ഇന്നൊരു പായസ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സേമിയ പായസം അഥവാ വെർമിസെല്ലി പായസം. ഇത് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പായസങ്ങളിൽ ഒന്നാണ് ഈ സേമിയ പായസം എന്ന് പറയുന്നത്. പാൽപ്പായസമാണ്. പാൽപ്പായസത്തിൻ്റെ തനതായ രുചി എന്ന് പറയുന്നത് പാലും പഞ്ചസാരയും മാത്രമാണ്. ഇന്ന് നമ്മൾ ഈ വെർമിസെല്ലിക്കകത്ത് ഒരു ചെറിയൊരു അഡീഷണൽ ഫാക്ടർ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ വെർമിസെല്ലി പായസം ഉണ്ടാക്കുന്നതെന്ന്. വെൽക്കം ടു പാറൂസ് പാൻട്രി. ആദ്യം തന്നെ നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 5 കപ്പ് പാല് ഫ്രഷ് മിൽക്കും അതിനകത്തൊരു 1/4 കപ്പ് വാട്ടറും കൂടെ ചേർത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ആദ്യം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറച്ചൊന്ന് വേവിച്ച് വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചൊന്ന് കുറച്ച് വേവിച്ചെടുക്കാം. ആ സമയത്തിനുള്ളിൽ നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കാം. ഈ പാലപ്പോഴത്തേക്ക് തിളയ്ക്കട്ടെ. അപ്പോൾ വെർമിസെല്ലി വറക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെർമിസെല്ലിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഇതിപ്പോൾ എന്ന് വെച്ചാൽ ചെറിയ വെർമിസെല്ലിയാണ്. അതായത് ഏറ്റവും ചെറുതുമല്ല വലുതുമല്ല, അതിനിടയിൽ നിൽക്കുന്നൊരു സൈസാണിതുള്ളത്. അപ്പം നിങ്ങൾ ഒരുപാട് വലിയ വെർമിസെല്ലി എടുക്കുന്നെങ്കിൽ നിങ്ങൾ അതായത് കുറച്ചുകൂടെ ഇതിൻ്റെയും വലിയ വെർമിസെല്ലി എടുക്കുന്നെങ്കിൽ നിങ്ങൾ പാലൊക്കെ ഇത്തിരി കൂടുന്ന് കൂട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേവുകയും ചെയ്യും, ഒരുപാട് അങ്ങ് കൊഴുത്ത് വരത്തുമില്ല. ആ ഒരു ടൈപ്പ് വെർമിസെല്ലിയാണിത് കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുകയെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് ബ്രൗൺ ആവണ്ട. നമുക്കറിയാം സേമിയ വറക്കുമ്പോൾ എല്ലാ സേമിയയും നമുക്ക് ഒരേ കളറിലൊന്നും കിട്ടാൻ വലിയ പാടാണ്. അപ്പം കുറച്ചൊരു മിക്സ് കളർ കിട്ടുന്നതിനാണ് പായസത്തിന് ഒരു ഭംഗി. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഏകദേശം കുറച്ചൊക്കെ പോർഷൻസ് ബ്രൗൺ ആയിട്ടുണ്ട്, കുറച്ചൊന്നുണ്ട് ബ്രൗൺ ആവാത്തത്. സാരമില്ല, ഇത് പരുവാണ്. നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റാം. ഇനി നമുക്ക് ഞാനെന്താ ചെയ്യുന്നത് പോകുന്നത് വെച്ചാൽ ഞാനൊരു 1/4 കപ്പ് ചെറിയ ചൗവരി ഇല്ലേ, ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ചൗവരി ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇതെടുത്ത് ഞാൻ കഴുകി ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പം പാലിവിടെ റെഡി ആയിട്ടുണ്ട്. പാൽ കണ്ടോ അത്യാവശ്യം തിളച്ച് ഒരു ലേശം ഒന്ന് വറ്റിയിട്ടൊക്കെ ഉണ്ട്. അപ്പം ഇതിപ്പോൾ നമുക്ക് റെഡിയാണ് ഇനി വെർമിസെല്ലിക്കകത്തോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വെർമിസെല്ലി വേവിച്ചെടുക്കാം. അപ്പോൾ വെർമിസെല്ലി വറുത്തെടുത്ത വെർമിസെല്ലി ഞാനൊരു കുറച്ച് വലിപ്പമുള്ള പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പം ഈ പാത്രത്തിനകത്താണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. അപ്പം അധികം ഇച്ചിരി ചുവട് കട്ടിയുള്ള പാത്രം എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ വെർമിസെല്ലിക്കകത്തോട്ട് പാല് ഞാനിപ്പോൾ ഒരു കുറച്ച് പകുതി പാലേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വെർമിസെല്ലി ഇപ്പം നമ്മൾ പെട്ടെന്ന് ചൂട് പാലിങ്ങനെ ഒഴിക്കുമ്പോൾ വെർമിസെല്ലി ഒന്ന് കട്ടയാകും. അപ്പം കട്ടയൊക്കെ ഒന്ന് ഉടച്ച് വെർമിസെല്ലി ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്നിട്ട് എല്ലാം ഒന്ന് വിട്ട് വന്ന് വെർമിസെല്ലി ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം നമുക്ക് ബാക്കി പാലൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബാക്കി പാലൂടെ മൊത്തം പകുതി പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പകുതി പാൽ ഇതുവരെ ചേർത്തിട്ടില്ല. എന്നിട്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കണം. ഇപ്പം വെർമിസെല്ലി കുറച്ചൊരു മധുരത്തിൽ വേവണം. അപ്പം ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അത് എത്രയാണെങ്കിലും അതിൻ്റെ കുറച്ചൊരു മധുരം നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി, മുഴുവനല്ല. അപ്പം ഞാനൊരു 4 ടേബിൾ സ്പൂൺ മധുരം ചേർത്തിട്ട് ഈ വെർമിസെല്ലി ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. പെട്ടെന്ന് വേവും വെർമിസെല്ലി. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചൗവരി റെഡി ആയിട്ടുണ്ട്. ചെറിയ ചൗവരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് വേവും. അപ്പോൾ ഞാനിതൊന്ന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കുകയാണ്. ഈ സീഡ് മാത്രം ഒന്ന് മാറ്റിയെടുക്കും. അപ്പോൾ വെർമിസെല്ലി ഏകദേശമൊക്കെ ഒന്ന് വേവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഒരുപാട് വലിയ തീയിലിട്ട് നമ്മൾ വേവിക്കരുത്. കാരണം ഓൾറെഡി നല്ല വേവിച്ച പാലാണ് നമ്മളുള്ളത്. അപ്പം വെർമിസെല്ലി ഒന്ന് വേവാൻ വേണ്ടി ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചാൽ മതി. ഇനി നമുക്ക് ബാക്കി പാലൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെർമിസെല്ലി ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. ബാക്കി ഒരു പകുതി പാൽ ഞാൻ വെച്ചിരുന്നില്ലേ, അതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്ന അഡീഷണൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇപ്പോൾ ഞാനിവിടെ റെയിൻബോയുടെ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ മധുരത്തിന് ചേർക്കുന്നതാണ്. ഇത് ഞാനൊരു 1/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതായത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. ഇതിൻ്റെ ചെറിയൊരു ഫ്ലേവറേ നമുക്ക് വേണ്ടൂ. ഒരുപാട് അങ്ങ് ചേർത്താൽ, അതായത് മുഴുവൻ കണ്ടൻസ്ഡ് മിൽക്കിൽ നമ്മൾ പായസം ചെയ്താൽ നമുക്കൊരു നാടൻ പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഒരു ചെറിയൊരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നും. അപ്പം ഇത് കുറച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു വേറൊരു അഡീഷണൽ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതായത് ഈ മധുരമൊക്കെ കറക്റ്റായിട്ട് വെർമിസെല്ലിയിലൊന്ന് പിടിച്ച് എല്ലാം ഒന്ന് ശരിയായിട്ട് സെറ്റാവാൻ വേണ്ടിയിട്ട്.
പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ ചേർത്തത് സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. പിന്നെ ഇത് ചെറിയ വെർമിസെല്ലി ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് കുക്കായിട്ടുണ്ട്. കണ്ടോ, ഇത് ഇപ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം വലിപ്പം ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ ചെറിയ തീയിലിട്ടത് വേവിക്കാൻ നോക്കുക. ഇനി ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പോണത് ഒരു 1/4 കപ്പ് ഏലക്ക പൊടിച്ചതാണ്. ഇതും ചിലർക്കൊന്നും ഇഷ്ടമല്ലാത്തൊരു ഫ്ലേവറാണ്, ചിലർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് ചേർത്ത് കൊടുക്കുക. ശരിക്കും തനതായ പാൽപ്പായസം എന്ന് പറയണതിനകത്ത് ഒന്നും ചേർക്കില്ല, ഫ്ലേവർ ഒന്നും ചേർക്കില്ല, പാലും പഞ്ചസാരയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ചെറുതായിട്ട് നമ്മളൊരു കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ഏലക്കയൊക്കെ ചേർത്താണ് വെക്കുന്നത്. പിന്നെ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയിൽ 1 ടേബിൾ സ്പൂണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാണുമ്പോഴേ അറിയാം അത്യാവശ്യം നല്ല വെള്ളമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചവ്വരി ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു. എനിക്ക് കുറച്ചുകൂടെ മധുരവും വേണമെന്ന് തോന്നി. അതുപോലെ തന്നെ ഈ വെർമിസെല്ലി എന്ന് പറയുന്നത് ഒരുപാട് വേവിക്കാൻ പാടില്ല കേട്ടോ, അത് കറക്റ്റ് വേവായിരിക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പം നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാട്ടോ. എന്നിട്ട് ഞാനത് ചേർക്കുന്നത് കുറച്ച് കാഷ്യൂനട്ട് നെയ്യിൽ വറുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുത്തു ലാസ്റ്റ്. പിന്നെ ഒരു നുള്ളു ഉപ്പ്, അതായത് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേശം ഉപ്പൂടെ ചേർത്ത് കൊടുത്തു. അപ്പം പായസം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ തിക്നെസ് ഒക്കെ കണ്ടോ, കറക്റ്റാണ്. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. ഇതിപ്പോൾ ഒരു മണിക്കൂറിന് ശേഷമുള്ള പായസമാണ്. ഒട്ടും കട്ടിയായി പോയിട്ടൊന്നുമില്ല, കറക്റ്റാണ്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പാറൂസ് പാൻട്രി ആദ്യമായിട്ട് കാണുന്നതിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം പാറൂസ് പാൻട്രി മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.